ഇപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്നത് ഒന്നും ആ ആ കഥാപാത്രത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സാ. അയാൾക്കത് ഉണ്ടാവണമെന്നൊന്നുമില്ല. ആ ഉണ്ടാകാതെ ഇരിക്കുന്നതായിരിക്കും അയാളുടെ ആ സിനിമയിലെ സ്റ്റാൻഡ്. അപ്പൊ എന്ന് വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം കണ്ടും കഥാപാത്ര രൂപകൽപ്പനകളിലും അതിന്റെ സഞ്ചാരത്തിലും ഓരോ നാട്ടുകാരും എന്ത് പറയുന്നു എന്ന് വിചാരിച്ചിട്ടല്ല. അയാള് സ്വതേ ആ പ്രകൃതത്തിൽ ആ പിന്നെ പരിസരത്ത് എങ്ങനെ പ്രതികരിക്കും, ഈ ഒരു ഒരു കണ്ടീഷനിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് അതിന്റെ സംഭാഷണം. അതിൽ നമ്മൾ പിന്നെ എല്ലാവരെയും നമുക്ക് ഇത് ചെയ്തിട്ട് ഇപ്പം അത് ഒഫൻഡിങ് ആയി. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് അതിൽ ആ പെൺകുട്ടി പിന്നെ നീ പിന്നെ ഇത് ചെയ്യുമെന്ന് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. അപ്പോൾ അത് കൊല്ലക്കാരെ സംബന്ധിച്ച് അതൊരു ചെറിയ മോശമായ ഒരു സംഗതിയല്ല. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ആകെ വന്ന ഒരു സാധനം. പക്ഷെ ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, അത് എല്ലാം നല്ല സിനിമയാണ്, അത് ആ ഒരു സംഭാഷണം മാത്രം ഒന്ന് ഇരിക്കണമായിരുന്നു എന്ന് ചോദിക്കുന്നൊരു സാധനമുണ്ട്. അപ്പം അത് നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നൊരു ഒരു പല ആൾക്കാർ ചേർന്ന കലയും കച്ചവടവും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കി വെക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതിനെ നമുക്ക് ഇൻഡിവിജ്വലി സമീപിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാന ഇത്.